25 അജണ്ടകളാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ചയ്ക്കായി വന്നത്. അതിൽ 15ാമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത തീരുമാനത്തോട് ഞങ്ങൾ 10 LDF അംഗങ്ങൾക്ക് വിയോജിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ആയൂർ നീറായിക്കോട് ഭാഗത്തുള്ള മിച്ചഭൂമി 2011-16 കാലയളവിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അന്ന് സീറോ ലാൻഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കുറച്ച് ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തിരുന്നു. എന്നാൽ ആ ഭൂമി എവിടെയാണെന്നും ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ മാർഗമില്ലാതെ ഈ പട്ടയം കിട്ടിയ പാവപ്പെട്ട ഭൂരഹിത അന്നു മുതൽ ആ ഭൂമിയിൽ അവർക്ക് പ്രവേശിക്കാനോ അവിടെ ഒരു കുടില് വെച്ച് താമസിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമായി. നമുക്കത് ഇന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തഹസിൽദാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തഹസിൽദാര്, വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട രേഖകള് പഞ്ചായത്ത് കൂടുന്ന സമിതിയിൽ തന്നെ കൊണ്ടുവന്ന് അത് സാക്ഷ്യപ്പെടുത്തി നാളെ അടിയന്തരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യമായതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരികയും വില്ലേജ് ഓഫീസറെ കേൾക്കാനുള്ള ഒരു സമയം പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു LDFന്റെ 2 മെമ്പർമാരെയാണ് പറഞ്ഞത്. LDFന്റെ 2 മെമ്പർമാർ പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇതിന് ഒരു സ്റ്റാൻഡിംഗ് കൌൺസിലുണ്ട്, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം തേടിയതിനു ശേഷം, ഒരു നിയമോപദേശം തേടിയതിനു ശേഷം നമുക്ക് കാരണം പഞ്ചായത്ത് സമിതി നമ്മുടെ തനത് ഫണ്ട് കൊടുത്ത് വാങ്ങുന്ന വസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സാങ്കേതികമായ പ്രശ്നമുണ്ടെങ്കിൽ, നിയമപ്രശ്നമുണ്ടെങ്കിൽ അത് നോക്കാതെ കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് നോക്കിയതിനു ശേഷം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവരതിനെ വൈകാരികമായി, ഞാൻ പോലും അറിയാതെ, പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ കമ്മിറ്റി ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ തൊട്ടടുത്ത സമയത്ത് അവിടെ വില്ലേജ് ഓഫീസർ അവിടെ എത്തുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല വില്ലേജ് ഓഫീസർ അവിടെ വന്നത്. വില്ലേജ് ഓഫീസർ വന്നു, ഇവിടുന്ന് വിളിച്ചു. തഹസീൽദാർ പറഞ്ഞു ഇവിടെ എന്തോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ പേപ്പേഴ്സുമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വില്ലേജ് ഓഫീസറോട് ചോദിക്കാം. വില്ലേജ് ഓഫീസർ തരുന്ന പേപ്പർ നോക്കി മനസ്സിലാക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഞങ്ങൾക്കില്ല. ഞങ്ങളല്ല അത് പരിശോധിക്കണ്ടേ. ഇവിടെ പഞ്ചായത്തിനൊരു ലീഗൽ അഡ്വൈസറുണ്ട്, ഒരു പിന്നെ സ്റ്റാൻഡിംഗ് കൌൺസിലുണ്ട്. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് അവരാണ് അതിന്റെ നിയമപ്രശ്നത്തെ, അഡ്വക്കേറ്റാണ് അദ്ദേഹം, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ഞാൻ വെച്ച ആളല്ല, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നേ, കഴിഞ്ഞ ഭരണസമിതി വെച്ച ആളാണ്. ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കറിയത്തുമില്ല, ആരോ ആയിക്കോട്ടെ. പക്ഷേ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നോക്കി ഈ രേഖകൾ നോക്കി അതിന് അനുയോജ്യമാണ്, നമുക്കത് വാങ്ങാൻ കുഴപ്പമില്ല എന്നൊരു കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റൂ. അല്ലാതെ എടുത്തിയാടി ഒരു തീരുമാനത്തിന് അനുസൃതമായിട്ട് പോയാൽ ഉണ്ടാവുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ കൊടുക്കുന്ന പട്ടയഭൂമി കൊടുക്കുന്ന ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് വാങ്ങിയ പട്ടയഭൂമിയാണ്. അതിലേക്കുള്ള വഴിയൊക്കെ ഈ നാളിത്രയും വിചാരിച്ചതൊക്കെ കഴിഞ്ഞ 22 വർഷമായിട്ട് ഇവിടെ LDFന്റെ ഭരണസമിതിയായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അവരാരും കൊടുക്കാത്ത വഴി ഇപ്പോ ഈ 2-3 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് സമിതി ഒന്നും നോക്കാതെ ഇത് കൊടുക്കണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ അതിന്റെ സാങ്കേതികമായ കാര്യം നോക്കി ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നം അതിനകത്തുണ്ടോ ഇല്ലയോ നോക്കി, നിയമപ്രശ്നങ്ങളൊന്നുമില്ല, കൊടുക്കാവുന്നതാണ് എന്ന് സ്റ്റാൻഡിംഗ് കൌൺസിൽ പറഞ്ഞാൽ ആ സെക്കൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഭരണസമിതി തീരുമാനം എടുത്തിരിക്കുന്നത്. സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അക്കാര്യത്തിൽ നിന്ന് ഒരു അഭിപ്രായവുമില്ല. ഈ വഴി വാങ്ങിച്ചു കൊടുക്കുന്നതിനും പഞ്ചായത്തിന് ഒരു എതിർപ്പോ അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമുക്കുള്ള ഏക കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമപരമായ നടപടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ. 1 ഇഞ്ച് ഭൂമി കിട്ടുക എന്നുള്ളത് മാത്രമേ നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത്രയേറെ രാഷ്ട്രീയം അതിനകത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ആ പഞ്ചായത്ത് സമിതിയിൽ വീണ്ടും നമ്മൾ LDF എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആ പഞ്ചായത്ത് സമിതി ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ ഈ നമ്മുടെ വില്ലേജ് ഓഫീസർ വന്നപ്പം ഒരു നിമിഷം അതൊന്ന് കേൾക്കാൻ അല്ലെങ്കിൽ ആ രേഖകളൊന്ന് പരിശോധിക്കാൻ എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം.